ശബരിമലയിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് വിവാദങ്ങൾ അപ്പുറത്ത് വരുന്നത്. ഇപ്പം സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധപ്പെട്ടിരുന്ന വാർത്ത അല്ല, ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വന്നിട്ടുണ്ടല്ലോ. ഇത് സ്വർണ്ണപ്പാളിയല്ല. കാരണം ശബരിമലയിൽ നടയ്ക്ക് മുന്നിൽ ദ്വാരപാലകരുണ്ട്. ആ ദ്വാരപാലകരുടെ രൂപം ചെമ്പ് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു നേരത്തെ. അതിന്മേൽ സ്വർണം പൂശിയിരുന്നു. സ്വർണം പൂശിന്ന് 15 വർഷത്തെ ഗ്യാരണ്ടിയുള്ള. കാരണം വെറുതെ പൂശല്ല, മുക്കുവണ്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ പൂശല്ല. കട്ടിൽ തന്നെ സ്വർണം നല്ല രീതിയിൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിലോ കണക്കിന് സ്വർണം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ വിഗ്രഹം, ദ്വാരപാലകരുടെ വിഗ്രഹം മൂടിയിരുന്ന സ്വർണ്ണപ്പാളികൾ, സ്വർണം പൂശിയ പാളികൾ ഇപ്പോൾ അവിടെ ഇല്ല. ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, ദേവസ്വം കമ്മീഷണർക്ക് ഒരു വിവരം കിട്ടി. ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി, സ്വർണം പൂശിയ പാളി, അത് ഇപ്പോൾ അവിടെ ഇല്ല, അത് അവിടുന്ന് മാറ്റി. ഇതനുസരിച്ചപ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ദേവസ്വം വിജിലൻസിനോട് വിശദാംശം ചോദിച്ചു. വിജിലൻസ് പറഞ്ഞു സംഭവം ശരിയാണ്, ആ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ അവിടെ ഇല്ല, അത് ചെന്നൈക്ക് കൊണ്ടുപോയി. ചെന്നൈയിൽ അത് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇത് ആർ ജയകൃഷ്ണൻ ഇപ്പോൾ അത് ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമല കേസുകൾ, പ്രത്യേകിച്ച് ദേവസ്വം മാറ്ററുകൾ കേൾക്കുന്ന ദേവസ്വം ബെഞ്ച് എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, ആ ബെഞ്ചിനെ അറിയിച്ചു. അതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഈ വാർത്തയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഗ്ലോബൽ അയ്യപ്പ സംഗമം നടക്കാനായിട്ട് കഷ്ടിച്ച് 10 ദിവസമുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലോബൽ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ, ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷമാണെന്ന് പറയും. അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്തൊക്കെ പറയും. സർക്കാരിന് ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടിയില്ല. സർക്കാർ പറയും ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്ന്. ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ ലോക കേരള സഭ അംഗങ്ങൾക്ക് സർക്കാരിൻ്റെ മുദ്രയും വെച്ച് നിങ്ങൾ പങ്കെടുക്കണം, നിങ്ങളുടെ ആളുകളെ പങ്കെടുപ്പിക്കണം, സ്പോൺസർഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് കത്തയക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പരിപാടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ ഒരു പരിക്കുണ്ടല്ലോ, അത് പരിഹരിക്കുക, ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറയാനും, ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും CPM ആണ്, അതിൻ്റെ വോട്ടർമാർ, അനുഭാവികളൊക്കെ യഥാർത്ഥ ഹിന്ദു പാർട്ടിയിലേക്ക് ഒഴുകിപ്പോകുന്നത് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഈ ശബരിമല അയ്യപ്പ സംഗമം. കാരണം ശബരിമല അയ്യപ്പനോട് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ നെറുകേട് കാണിച്ചൊരു സർക്കാർ. പിണറായി വിജയൻ മുതൽ നമ്മുടെ സ്വരാജ് വരെയുള്ള ആളുകൾ, CPMൻ്റെ നേതാക്കന്മാർ ശബരിമല അയ്യപ്പനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് മുന്നിലുണ്ട്. അതിലൊന്നും ഇവർ പരസ്യമായി ഖേദം പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച ആളാണ് സ്വരാജ് നായർ. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്തിട്ടുള്ള എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് ശബരിമലയെയും വിശ്വാസത്തെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുകയും, ഈ പറഞ്ഞതുപോലെ ആരും അറിയാതെ രാത്രിയുടെ മറവിൽ ആചാരലംഘനം നടന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ആളുകളെ, 2-3 സ്ത്രീകളെ ബലമായി ശബരിമലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് വിശ്വാസികളായിരുന്നില്ല, അവിശ്വാസികളായ ശബരിമലയുടെ വിശുദ്ധിയെ ഹനിക്കണമെന്നുള്ള താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ രാത്രിക്ക് രാത്രി ആംബുലൻസിലുമൊക്കെ കയറ്റി രഹസ്യമായി ശബരിമലയിൽ എത്തിച്ചു. എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചു, ആചാരലംഘനം നടന്നു, സ്ത്രീ പ്രവേശനം സാധ്യതമാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായി. എന്തോ വലിയ വിപ്ലവം ശബരിമലയിൽ നടന്നു. ഹിന്ദുവിൻ്റെ നെഞ്ചത്താണല്ലോ വിപ്ലവം നടത്തേണ്ടത്, ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലാണല്ലോ നവോത്ഥാനം ഉണ്ടാക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടികൾ വേദിയിൽ വന്ന് സമ്മാനം വാങ്ങുന്നത് പോലും നിഷിദ്ധമാണെന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഒരു നവോത്ഥാനം വേണ്ട, ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട് നവോത്ഥാനം മതി എന്ന് പറയുന്ന ഒരു നിലപാട്. മാത്രമല്ല, ഈ പൊതുവേദിയിൽ പോയി സ്ത്രീകൾ സമ്മാനം വാങ്ങാൻ പോലും നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന താത്തച്ചിമാർ തട്ടമിട്ട് ശബരിമല സംരക്ഷിക്കാനുള്ള മനുഷ്യച്ചകലയിൽ പങ്കെടുക്കുകയും ചെയ്തു. മനുഷ്യ മതിലോ എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് കേരളത്തിലെ നവോത്ഥാനം. മാടായി പാറയിൽ കയറിയിട്ട് ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്നതാണ് നവോത്ഥാനം. ക്ഷേത്രഭൂമിയിൽ ദേവസ്വം ഭൂമി അപ്പം പറയുന്ന അതിന് പറയുന്ന വ്യാഖ്യാനം എന്നറിയോ, അത് ദേവസ്വം ഭൂമിയല്ലേ, ദേവസ്വം ഭൂമി എങ്ങനെയാണ് ക്ഷേത്രഭൂമി ആവുന്നത്? പിന്നെ ദേവസ്വം ഭൂമി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളുടെ ഉമ്മച്ചിയുടെ സ്വത്താണോ? ദേവസ്വം ഭൂമി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്, ദേവൻ്റെ സ്വത്താണ് ദേവസ്വം. ദേവനിരിക്കുന്നത് ക്ഷേത്രത്തിലാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ സ്വത്താണ് ദേവസ്വം. ദേവസ്വം ഭൂമി എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പ് തന്നെയാണ്.
അതാണ് ദേവസ്വം പറമ്പാണ്, ദേവസ്വം ഭൂമിയാണ്, അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ന്യായീകരണം. അത് പിന്നെ പിണറായിയുടെ പോലീസ് ഇപ്പോൾ എന്തായാലും അവിടെ നുഴഞ്ഞു കയറിയ ഫെമിനിസ്റ്റുകൾക്ക്, തട്ടമിട്ട ഫെമിനിസ്റ്റുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഏതായാലും പറയേണ്ടത്. അപ്പം ഈ സ്പെഷ്യൽ കമ്മീഷണർ ഇത് ഹൈക്കോടതിയെ അറിയിച്ചു. അത് സാധാരണ നടപടിക്രമം എന്താ അറിയോ, ശബരിമലയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ മാറ്റുമ്പോൾ അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പറയുന്ന വിശദീകരണം, ഭക്തരിങ്ങനെ ഭഗവാനെ കാണുന്നിട്ട് നാണയങ്ങൾ അറിയും. നാണയങ്ങൾ അറിയുമ്പോൾ ഇത് വന്നിട്ട് ദ്വാരപാലകരുടെ പ്രതിമ, ഈ സ്വർണം പൂശിയ പാളി കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന അവിടെയും ക്ഷേത്രത്തിൻ്റെ സോപാനപ്പടിയിലും ക്ഷേത്രത്തിൻ്റെ വാതിലിലും ഒക്കെ തട്ടിയിട്ട് ഇവർക്ക് കേടുപറ്റുന്നുണ്ട്, പൈസ എറിയുന്നുണ്ട്. ശരിയാണ്, അപ്പോൾ ആളുകൾ പൈസ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ അറ്റകുറ്റപ്പണി നടത്തണം. അതുകൊണ്ട് ഞങ്ങളിത് ചെന്നൈയിലേക്ക് മാറ്റിയിരിക്കുന്നു. ചെന്നൈയിലുള്ള ഒരു സ്പോൺസറാണ് ഇത് നിർമ്മിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആ സ്പോൺസറുടെ ചെലവിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി. ഇതിന് തന്ത്രിയുടെ അനുവാദമുണ്ട്, ദേവഹിതം നോക്കിയിട്ടുണ്ട്, ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങളിത് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഓണപ്പൂജ കഴിഞ്ഞാണ് മാറ്റിയിരിക്കുന്നത്. ഇനി കന്നി 3-ന് ഇത് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പറയുന്നതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്, ശരി, ഭക്തന്മാർ നാണയം എറിയുന്നതുകൊണ്ട് കേട് വന്നിട്ടുണ്ട്, ഓക്കെ, നന്നാക്കണം, തർക്കമില്ല, നന്നാക്കണം. അതിന് തന്ത്രിയുടെ അനുമതിയുണ്ട്, ദേവഹിതം നോക്കിയിട്ടുണ്ട്, ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നടപടിക്രമങ്ങൾ ഇവർ പാലിച്ചല്ലോ. അതിൻ്റെ അടുത്തൊരു നടപടിക്രമമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുക എന്നുള്ളത്, ഹൈക്കോടതിയെ അറിയിക്കുക എന്നുള്ളത് പ്രൊസീജിയറിന് അതുമാത്രം പാലിച്ചില്ല. അവിടെയാണ് സംശയം. നിങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ ഉണ്ടായി ഞങ്ങളങ്ങ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഹൈക്കോടതിയെ മാത്രം എന്തുകൊണ്ട് ഒഴിവാക്കി? ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ള പ്രക്രിയ മാത്രം എന്തുകൊണ്ട് പ്രശാന്തേ താങ്കൾ നടപ്പാക്കിയില്ല, താങ്കളുടെ ബോർഡ് നടപ്പാക്കിയില്ല? അവിടെയാണ് സംശയം. ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് അനുചിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അനുചിതമാണെന്ന് പറഞ്ഞു. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹാർഷായിട്ട് ഇടപെടാമായിരുന്നു. ഹൈക്കോടതി അത് ചെയ്തില്ല. പക്ഷേ ഞങ്ങൾക്ക് സംശയമുണ്ട്, വിശ്വാസികൾക്ക് സംശയമുണ്ട്. കാരണം അവിടുത്തെ ആചാരമനുസരിച്ച്, വിശ്വാസമനുസരിച്ച് അവിടുത്തെ ഇത്തരം പണികൾ ചെയ്യുന്നത് താന്ത്രിക നിർദ്ദേശപ്രകാരം വേണം. റീകൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെങ്കിലും താന്ത്രിക നിർദ്ദേശപ്രകാരം വേണം. അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം, കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ സന്നിധാനത്ത് വെച്ച് എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം അവിടെയും ഈ സ്വർണ്ണപ്പണിക്കാരനും കൊല്ലനും ഒക്കെ സന്നിധാനത്തിനുമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ചെയ്യാമല്ലോ, സ്വർണം പൂശുന്ന നടപടിക്രമമാണെങ്കിലും ചെയ്യാം. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇനിയിപ്പോൾ അവിടെ ഇതിനൊക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ശരി, നിങ്ങൾ തന്ത്രിയോട് ചോദിച്ചു, ദേവഹിതം നോക്കി, ബോർഡ് കമ്മിറ്റി കൂടി. എന്നാൽ അടുത്ത സ്റ്റെപ്പായ ഹൈക്കോടതിയെ ഒന്ന് അറിയിക്കുക. ദേവസ്വത്തിന് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സത്യവാങ്മൂലം അങ്ങ് ഫയൽ ചെയ്യാമായിരുന്നല്ലോ. അതെന്താ ചെയ്യാതിരുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെന്ത് ചെയ്തു? ഹൈക്കോടതി ഇത് അറിയണ്ട എന്ന് തീരുമാനിച്ചു. അതെന്താ? ഹൈക്കോടതി അറിയണ്ടെന്ന് നമ്മൾ ഡെലിബറേറ്റായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, നിങ്ങളുടെ താല്പര്യങ്ങളുണ്ടോ, നിങ്ങളുടെ അജണ്ടയുണ്ടോ? ഇത് അറിയാൻ അയ്യപ്പ വിശ്വാസികളായ കേരളത്തിലെ ലക്ഷക്കണക്കിന്, കേരളത്തിലെ എല്ലാ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അത് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് പ്രശാന്ത് പറയരുത്. കാരണം പ്രശാന്തിന് കൃത്യമായ മറുപടിയില്ല. കാരണം നിങ്ങൾ കുറേ നടപടിക്രമങ്ങൾ പാലിച്ചു, വളരെ നല്ലത്. എന്നാൽ അനിവാര്യമായ, ആർക്കും ഒരു ദുരൂഹതയും തോന്നാതിരിക്കാൻ ഉതകുന്ന ഒരു നടപടിക്രമമാണ് ഹൈക്കോടതി അറിയിക്കുന്നത്. അതുമാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്തു. അത് അബദ്ധമാണോ? എങ്കിൽ അബദ്ധം പറ്റിയെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ സംശയിക്കും ഹൈക്കോടതി അറിയണ്ട എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചത് എന്തുകൊണ്ട്? നമുക്കറിയാം, പല ക്ഷേത്രങ്ങളിലെയും പല വിഗ്രഹങ്ങളും പുറത്ത് പണിക്കൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കാരണം ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൗരാണികമായ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ, വിഗ്രഹമോ അത് ക്ഷേത്രത്തിലെ മൂലവിഗ്രഹമൊന്നുമല്ല എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ വിഗ്രഹം മുതൽ ആ ക്ഷേത്രത്തിൽ പരിപാവനമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ദ്വാരപാലകരുടെ രൂപം ശ്രീകോവിലിൻ്റെ രണ്ടു വശത്തും കൊത്തിവെച്ചിട്ടുണ്ട്. അതിന് കവർ ചെയ്യുന്നതാണ് ഈ സ്വർണ്ണപ്പാളി. അത് ഭഗവാന്റെ ഇടതും വലതും വശത്തിരുന്നതാണ്. അതിന് അമൂല്യമായ വിലയുണ്ട്. നിങ്ങളത് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ എന്താ മാർഗം? എന്താ നിങ്ങൾക്കും അതിനെന്തെങ്കിലും അടയാളം വെച്ച് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടാണോ വെച്ചത്? ഇത് പറയുന്നത് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പഴയത്
അതിൻ്റെ രൂപമൊക്കെ മാറിപ്പോയി. ശരി, ദ്വാരപാലകരുടെ രൂപത്തിലേക്ക് നിരന്തരം എയറൊക്കെ കൊള്ളുമ്പോൾ ചില ഭാഗമൊക്കെ ചളുങ്ങിയൊക്കെ പോയി. അത് പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കാനാണ് കൊണ്ടുപോയത്. സമ്മതിച്ചു, ഉദ്ദേശശുദ്ധി ഒക്കെ മനസ്സിലായി. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള സംശയം, നിങ്ങളെ പോലെയുള്ള ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ക്ഷേത്ര സമിതി, അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പനില്ല, എല്ലാം മിഥ്യയാണ്, അല്ലേ, എല്ലാം മിത്താണ് എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ മന്ത്രി വന്നാലും ഭഗവാന്റെ മുന്നിലൊന്നും തൊഴാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം അയ്യപ്പനല്ല, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ദൈവമില്ല എന്ന് പറയുന്ന ആളാണ് ദേവസ്വത്തിൻ്റെ മന്ത്രി. എങ്ങനെയുണ്ട്? കള്ളനെ പിടിച്ച് പോലീസാക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്, അല്ലേ? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ പോലീസായാൽ എന്തു ചെയ്യും എന്ന് പറയുന്ന പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവനെ ദേവസ്വം മന്ത്രി വരെ ആക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം ഒറിജിനലാണോ തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെ അറിയും? അത് വിഗ്രഹമാവട്ടെ, ഈ ദ്വാരപാലകരുടെ രൂപമാവട്ടെ, എന്താ ഉണ്ട് അതിനൊരു സംശയത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും സംശയം തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങളത് മറന്നുപോയതാണെന്നും പറയാൻ പറ്റില്ല. കാരണം ദേവസ്വം ബോർഡിൽ നിങ്ങൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുകയാണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ താപ്പാനകളുണ്ടല്ലോ, അവർക്കറിയാമല്ലോ സന്നിധാനത്തു നിന്നൊരു സാധനം കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അത് ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഇരുന്ന് ചെയ്യാനുള്ള എന്തു പരിമിതിയാണുള്ളത്? ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് കുറച്ചുകൂടെ റീസ്റ്റോർ ചെയ്യണമെന്ന് നിങ്ങൾ എടുത്തു മാറ്റിയാൽ ഞങ്ങളെങ്ങനെ അറിയും? ഇത് ചോദിക്കാൻ ഇവിടുത്തെ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ അത്ര സുരക്ഷിതമായിട്ടല്ല നടക്കുന്നത് എന്ന് നമുക്ക് ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പനെ നിങ്ങൾ വിൽക്കാനുള്ള ആണല്ലോ ഇപ്പോൾ അയ്യപ്പ സംഗമം നടന്നത്. 3 കോടി മുതൽ ഉള്ള പാക്കേജ് കൊടുത്തിട്ട് VIP അയ്യപ്പന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഗ്ലോബൽ അയ്യപ്പ സംഗമം മാറുകയാണ്. അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെ ഇത് പുറത്തു വന്നത്, ഇത്തരം ഒരു വിവാദം പുറത്തു വന്നത് അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനല്ല പ്രശാന്തേ. കാരണം അത് അയ്യപ്പൻ്റെ തീരുമാനം. അയ്യപ്പൻ ഇത് ആരും അറിയണ്ടെന്ന് തീരുമാനിച്ചാൽ ആരും അറിയില്ലായിരുന്നു. അയ്യപ്പൻ തന്നെയാണ് ഈ വാർത്ത പുറത്തു വരണം, നിങ്ങൾ എങ്ങനെയാണ് ശബരിമലയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഭക്തജനങ്ങൾ അറിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭഗവാൻ ചെയ്തതാണ്. ഏതായാലും പ്രശാന്ത് പറയുന്നത് പോലെ ഇത് ഈ തിരുവാഭരണ കമ്മീഷണർ നേതൃത്വത്തിൽ സുരക്ഷിത വാഹനത്തിലൊക്കെയാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. കാരണം ഇതിന് കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. സുരക്ഷിത വാഹനത്തിലാണ് കൊണ്ടുപോയത്. സുരക്ഷിത വാഹനത്തിൽ കൊണ്ടുപോയ സാധനം തന്നെ തിരിച്ചു കിട്ടുമോ എന്നറിയാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഞങ്ങളെങ്ങനെ ഉറപ്പിക്കും പ്രശാന്തെ ഇനി തിരിച്ചു കൊണ്ടുവന്നത് ആ സാധനം തന്നെയാണെന്നുള്ളത്? നിങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി ഹൈക്കോടതി അംഗീകരിച്ച ഒരു നടപടിക്രമമായിരുന്നെങ്കിൽ അതിനെ വിശ്വസിക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. കാരണം നിങ്ങൾ ദേവസ്വം ബോർഡ്, പ്രശാന്തിന് മുമ്പുമുള്ള ദേവസ്വം ബോർഡ് ശബരിമലയിലെ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ അവിടെ കയറ്റാൻ അനുകൂലമായി നിലപാടെടുത്ത് അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസികളെയും അപമാനിച്ചവരാണ്. ആചാരങ്ങളെ ലംഘിക്കാൻ കൂട്ടുനിന്നവരാണ് നിങ്ങൾ ശബരിമലയിലെ ഈ ദ്വാരപാലകരുടെ വിഗ്രഹങ്ങൾ മറിച്ച് വിറ്റ് വിഗ്രഹ ലോബിക്ക് കൊടുക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഇത്രയും നടപടിക്രമങ്ങൾ ചെയ്തിട്ട് ഈ പ്രധാനപ്പെട്ട കോടതിയെ അറിയിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി എന്നേ ഞങ്ങൾക്ക് കരുതാൻ കഴിയൂ എന്ന് അയ്യപ്പ വിശ്വാസികൾ പറയും. അതിനകത്ത് കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പാണ്, നിങ്ങളുടെ രീതിയാണ്, നിങ്ങളുടെ അയ്യപ്പനോടുള്ള ഇടപെടലാണ്, നിങ്ങൾ വിശ്വാസികളോട് കാണിക്കുന്ന അവഗണനയാണ്, നിങ്ങൾ അവരോട് കാണിച്ചിട്ടുള്ള വഞ്ചനയാണ്. ഏതായാലും ഈ വല്ലാത്ത ദുരൂഹതയുണ്ട്. ശബരിമലയിലെ ഈ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡ് എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അയ്യപ്പൻ ആഗോള ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പനെ വിൽക്കാൻ തീരുമാനിച്ചാൽ അയ്യപ്പൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. PS പ്രശാന്തിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ അയ്യപ്പന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ PS പ്രശാന്ത് എന്നല്ല, അയ്യപ്പനെതിരെ ശനീശ്വരനാണ് അയ്യപ്പൻ. അവിടെ കയറി കളിച്ചവരാരും നേരെ ചൊവ്വ നടന്നു പോയിട്ടില്ല. അത് പ്രശാന്തും ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സ്ഥാനം 3 വർഷം മറ്റാണ്. അത് കഴിയുമ്പോൾ കഴിയും. പിന്നെയും ഒരുപാട് കാലം നമ്മളൊക്കെ ജീവിക്കേണ്ടവരാണ്. ഭഗവാന്റെ ക്രോധത്തിന് ഇരയായി അയ്യപ്പനോട് കളിച്ചവരൊക്കെ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളതിൻ്റെ 100 ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഭഗവാന്റെ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് കടത്തിയത് നിയമാനുസൃതമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ വൈകാതെ പുറത്തു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.